മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുക? ഈ ഡാം പൊട്ടുമ്പോൾ വെള്ളം മാത്രമല്ല വരുന്നത്, വെള്ളവും വരും. അതിൻ്റെ മുകളിൽ ആ 104 അടി വരെ ഉള്ള സിൽറ്റില്ലേ, സിൽറ്റും ഈ മരങ്ങളും ഇതെല്ലാം കൂടെയാണ് ഒഴുകി വരുന്നത്. ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വെള്ളം വരുന്ന സമയത്ത് അതിന് എവിടെയാണോ സ്ലോപ്പ് കിട്ടുന്നത് ആ സ്ലോപ്പിൽ കൂടെ ഇത് ഒഴുകത്തുള്ളൂ. റിക്ടർ സ്കെയിലിൽ ഒരു 5-ന് മുകളിൽ ഒരു ഭൂകമ്പം അതിൻ്റെ വിസിനിറ്റിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ പൊട്ടും. എൻജിനീയറിങ്ങിന് ഒരു പ്രിൻസിപ്പിളുണ്ട്. ഏതൊരു സ്കീം പ്രപ്പോസ് ചെയ്യാലും അതിൻ്റേതായ ഒരു ഫീൽഡ് സ്റ്റഡി നടത്തണം, പേപ്പർ സ്റ്റഡി നടത്തണം, അതിൻ്റെ ബേസിസിലായിരിക്കണം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ബ്ലാങ്കായിട്ടാണ് എംപവേർഡ് കമ്മിറ്റി ഈ പ്രപ്പോസൽ വച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് 50ാമത്തെ അടിയിൽ ടണൽ നിർമ്മിച്ച് അതുവഴി വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ്. അത് എത്രത്തോളം പോസിബിൾ ആണ്? ഒരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ഇപ്പോഴത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് 100 വർഷം വരെ വരുന്ന സിൽട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അത് സിൽട്ട് കാൽക്കുലേഷൻ അതിൻ്റെ ഫോർമുലയുണ്ട്. ഡിക്കൻസ് ഫോർമുല, ചാൾസ് ഫോർമുല, അങ്ങനെ പല ഫോർമുല ഉണ്ട്. അത് ഓരോ ഏരിയ അനുസരിച്ചായിരിക്കും, അത് പല സ്റ്റേറ്റിനും പല ഫോർമുലയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ സിൽറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 100 വർഷം എത്ര സിൽറ്റ് വരുമോ ആ സിൽറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ 100 വർഷം വരെ വരുന്ന ലെവലിനെ നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയും. മുല്ലപ്പെരിയാറില്ല, ഇത് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 104 അടിയാണ്. 104 അടി എന്ന് വെച്ചാൽ റിവർ ബെഡിൽ നിന്നും 104 അടി വരെ ഉള്ള ലെവൽ ഇത് ഡെഡ് സ്റ്റോറേജ് ആണ്. ഈ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് ഒഴുകി വരുന്ന മണ്ണും ബോൾഡറും തടിക്കഷ്ണവും ഇതും എല്ലാം വന്ന് എല്ലാം സിൽറ്റും എല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് നമ്മൾക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇറിഗേഷൻ ആയാലും ഏത് പർപ്പസിനായാലും നമ്മൾ ഒരു ഔട്ട്ലെറ്റ് കൊടുക്കുമ്പോൾ ഈ ഡെഡ് സ്റ്റോറേജിന് മുകളിൽ ഈ ഔട്ട്ലെറ്റ് കൊടുക്കത്തുള്ളൂ. അതിന് പ്രത്യേകം ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് അപ്പം അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ 104 അടി ഡെഡ് സ്റ്റോറേജ് ആയതുകൊണ്ട് 2.5 അടിയും കൂടെ ഒരു സേഫ് മാർജിൻ കൊടുത്തുകൊണ്ട് 106 അടിയാണ് പെന്നിക്കുക്ക് ഈ ടണലിൻ്റെ ഇൻലെറ്റ് ലെവല് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം 104 അടിയിൽ താഴെ നമ്മൾക്ക് ഒരു കാരണവശാലും ഒരു ഔട്ട്ലെറ്റും കൊടുക്കാനൊക്കത്തില്ല. ഇപ്പോഴത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതിന് അനുവദിക്കുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം, ഈ ടണല് കൊടുത്തേക്കുന്നത് അതിന് 1/75 സ്ലോപ്പാണ്. അതായത് നമ്മൾ 75 അടി നീളം പോകുമ്പോൾ 1 അടി താഴ്ച വരണം, കാരണം ഈ വെള്ളം ഒഴുകി പോകാൻ. അപ്പോൾ അങ്ങനെ കൊടുത്താണ് ഈ വൈരവനാർ നദിയിലെ ഈ 5 കിലോമീറ്റർ നീളമുള്ള ടണലും പിന്നെ 2 ഓപ്പൺ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഓപ്പൺ ചാനലും ഉണ്ട് അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ 50 അടി താഴെ നമ്മൾ ഈ ടണൽ കൊടുക്കുകയാണെങ്കിൽ തമിഴ്നാട് ഏരിയയിലായി വൈഗായി ബേസിനില ഏത് പോയിന്റിൽ ചെന്നെത്തും എന്നുള്ള ആ ഒരു സ്റ്റഡി പോലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു ടോപ്പോഷിറ്റ് മാപ്പിൻ്റെ ബേസിസിൽ എങ്കിലും എംപവേർഡ് കമ്മിറ്റി ഒരു സ്റ്റഡി ചെയ്തിട്ട് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഇന്നടുത്തും തുടങ്ങി ഇന്ന സ്ഥലത്ത് അത് എക്സിറ്റ് ആകും, വൈഗായി നദിയിലെ ഇന്ന ലെവൽ പോയിന്റിൽ എക്സിറ്റ് ആകും സ്ലോപ്പ് വെച്ചിട്ട്. അപ്പോൾ അത് ഇത്ര കിലോമീറ്റർ താഴെ വരും എന്നൊക്കെ ഉള്ളത് ആ ഒരു പ്രിലിമിനറി സ്റ്റഡിയെങ്കിലും ഇവർ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതും കൊടുത്തിട്ടില്ല. ഇതിലൊക്കെ വളരെ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എംപവേർഡ് കമ്മിറ്റി അതിൽ പറഞ്ഞേക്കുന്നത് ഗൈഡ് ലൈൻ ഫോർ ലൊക്കേറ്റിംഗ് ഇവാക്വേഷൻ ഔട്ട്ലെറ്റ് പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്നാണ് എഴുതിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ അങ്ങനെ ഒരു പബ്ലിക്കേഷൻ ഇല്ല. ഈ ഗൈഡ് ലൈൻ ഫോർ ഇത് ലോ ലെവൽ ഔട്ട്ലെറ്റിൻ്റെത് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അവർക്ക് അതുപോലും ശരിക്കും അറിയാതെയാണ് അവർ ഇത് പ്രപ്പോസ് ചെയ്തത്. എൻജിനീയറിങ്ങിന് ഒരു പ്രിൻസിപ്പിളുണ്ട്. ഏതൊരു സ്കീം പ്രപ്പോസ് ചെയ്യാലും അതിൻ്റേതായ ഒരു ഫീൽഡ് സ്റ്റഡി നടത്തണം, പേപ്പർ സ്റ്റഡി നടത്തണം, അതിൻ്റെ ബേസിസിലായിരിക്കണം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ബ്ലാങ്കായിട്ടാണ് എംപവേർഡ് കമ്മിറ്റി
ഈ പ്രപ്പോസൽ വച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ പറഞ്ഞത് ഇപ്പോൾ തമിഴ്നാട് ഇതിൻ്റെ മുല്ലപ്പെരിയാറിൻ്റെ ഓണർ ആയതുകൊണ്ട് അവർ ഈ ടണൽ അവരുടെ ചെലവിൽ നിർമ്മിക്കണം, എന്നിട്ട് ഇതിൻ്റെ എല്ലാ പഠനങ്ങളും 1 വർഷത്തിനകം നടത്തണമെന്നാണ്. അത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം 11 വർഷം കഴിഞ്ഞ് 2014 ജഡ്ജ്മെൻറ്റിന് ശേഷം ഇപ്പം ഇത് 2026 പിന്നെ 13 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആരും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ സുപ്രീം കോടതിയെ സമീപിച്ചില്ല? ഒരുപക്ഷെ തമിഴ്നാട് ഗവൺമെൻറ്റിന് ഇത് ബെനിഫിറ്റ് ആയിരുന്നെങ്കിൽ അവരിത് ചെയ്യത്തില്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപവേർഡ് കമ്മിറ്റി ഈ പ്രപ്പോസൽ വെച്ചത് കേരളത്തിൻ്റെ ഈ ഡാമിൻ്റെയൊക്കെ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലായിരുന്നു ഈ ലോ ലെവൽ ഔട്ട്ലെറ്റ്. അതെ, ഈ പറഞ്ഞ ഈ ഇത്രയും ആൾക്കാർക്ക് കൊടുത്ത റെപ്രസെന്റേഷനുകളിൽ ഇതിന്റെയൊക്കെ മറുപടി എന്തായിരുന്നു? അതാണ് വളരെ രസകരമായിട്ടുള്ളത്. അതിനുമുമ്പ് ഞാനൊന്ന് പറയട്ടെ, നമ്മളുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ സിസ്റ്റം ശരിയായ സിസ്റ്റമല്ല. കാരണം ഞാൻ മഹാരാഷ്ട്രയിലാണ് വർക്ക് ചെയ്തത്. മഹാരാഷ്ട്രയിലെ സെക്രട്ടേറിയറ്റ് എന്നല്ല, അത് പണ്ട് സെക്രട്ടേറിയറ്റ് ആയിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത് മന്ത്രിമാരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സെക്രട്ടേറിയറ്റിൻ്റെ പേര് മാറ്റി മന്ത്രാലയം എന്നാണ് ആക്കിയേക്കുന്നത്. ഇപ്പം മഹാരാഷ്ട്രയിൽ മന്ത്രാലയമാണ്. അപ്പോൾ ഈ മന്ത്രാലയത്തിൽ ഇരിക്കുന്നത് എല്ലാം എൻജിനീയേഴ്സാണ്. അസിസ്റ്റൻറ്റ് എൻജിനീയർ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, പിന്നെ അണ്ടർ സെക്രട്ടറി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എൻജിനീയർ, ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പിന്നെ സൂപ്രണ്ടിങ് എൻജിനീയർ, ചീഫ് എൻജിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് സെക്രട്ടറി, സീനിയർ മോസ്റ്റ് ചീഫ് എൻജിനീയർ, സെക്രട്ടറി, എന്നിട്ട് IAS ഓഫീസർ, പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പോൾ അവിടെ ഒരു എൻജിനീയറിങ്ങിൻ്റെ ടീമുണ്ട്. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ വരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെ എൻജിനീയേഴ്സ് ആയിരുന്നെങ്കിൽ, കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ എൻജിനീയേഴ്സ് ആയിരുന്നെങ്കിൽ അവർക്കിതല്ല. കാരണം അവരെല്ലാം ഫീൽഡിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പം എന്നെപ്പോലെ ഞാൻ ഫീൽഡിലായിരുന്നു. റൊട്ടേഷനായിട്ടാണ് മന്ത്രാലയ പോസ്റ്റിംഗ് വരുന്നത്. ഇപ്പോൾ ഫീൽഡിൽ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് അവിടെ ചെല്ലും. 3 വർഷം സെക്രട്ടേറിയറ്റിൽ പോസ്റ്റിംഗ് ആണ്, 3-4 വർഷം. അത് കഴിയുമ്പോൾ തിരിച്ച് ഫീൽഡിൽ പോകും. അങ്ങനെയാണ്. അപ്പം നമ്മൾക്ക് ഈ ഫീൽഡിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഈ ബന്ധപ്പെട്ട മിനിസ്റ്ററെയും മറ്റ് IASകാരെയൊക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. അതുപോലെ ഈ ജലനിധി, അത് മറ്റ് എല്ലാ എൻജിനീയറിങ് ഇതിലും മഹാരാഷ്ട്രയിലെ എൻജിനീയേഴ്സാണ്. ഇവിടെ ആണെങ്കിൽ ജലനിധിയിലെ IASകാരാണ്. പക്ഷേ അവിടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുന്നത്. എല്ലാ എൻജിനീയേഴ്സാണ്. ആ ഒരു വ്യത്യാസമുണ്ട് കേരളത്തിലെ സിസ്റ്റവും ഇതുമായിട്ട്. അതെ, ഇപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോൾ മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത്, മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുള്ളത് ഇടാണ്. അതുപോലെ പിന്നെ നാസിക്കില് റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം മഹാരാഷ്ട്രയിലായിരുന്നു ഈ കേസെങ്കിൽ അവര് ഇതിന്റെ മോഡൽ സ്റ്റഡി ചെയ്യും. അതെ അതെ, അതായിരുന്നു ചോദ്യം. ഇത്തരത്തിൽ ഒരു ഡാം വിഷയം മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തായിരുന്നു വന്നിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അവര് ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കി നിൽക്കുന്ന എന്ത് മെറ്റീരിയൽ വെച്ചാണ്? ആ മെറ്റീരിയൽ വെച്ച് ഒരു അതിന്റെ പോക്കറ്റ് എഡിഷൻ ഇതിന് പറ്റ 172 അടിയാണ് നമ്മളുടെ, 176 അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ. അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കി മോഡൽ സ്റ്റഡി നടത്തും. അപ്പോൾ അതിന് അവർ ഈ സൈസ് മെറ്റീരിയൽ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ, അപ്പോൾ ഈ മോഡൽ സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് വെച്ചാണ് ഈ ഫ്ലഡെല്ലാം ഓരോ 10 വർഷം കഴിയുമ്പോഴും ഫ്ലഡ് റിവ്യൂ ചെയ്യണം. മാക്സിമം ഫ്ലഡ് റിവ്യൂ ചെയ്യുന്നത് എല്ലാം ഈ മോഡൽ സ്റ്റഡീസ് വെച്ചാണ്. പക്ഷേ കേരളത്തിലെ അഡ്വാൻസ് അത്ര ആയിട്ടില്ല. അതുപോലെ തന്നെ വളരെ ശോചനീയം എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റുകളുടെ മെയിൻ്റനൻസ് ഒന്നും കേരളത്തിൽ നടത്തത്തില്ല. നമ്മൾ തോട്ടപ്പള്ളി സ്പിൽവേക്കിടെ പോകുമ്പോൾ കാണാം ഇതെല്ലാം തുരുമ്പ് പിടിച്ച്. പക്ഷേ മഹാരാഷ്ട്രയിലെ എൻജിനീയറിങ് ഈ മെയിൻ്റനൻസിൻ്റെ മെക്കാനിക്കൽ വിങ് വളരെ സ്ട്രോങ് ആണ്. എല്ലാ സമ്മർ സീസൺ ആകുമ്പോഴും അവർ എല്ലാ ഗേറ്റുകളും അതുപോലെ ആ വയർ റോപ്പ് എല്ലാം ഗ്രീസിങ്ങും ഇതും എല്ലാം ചെയ്ത് ഇത് അപ് ടു ഡേറ്റ് ആക്കി വെക്കും.
മഴക്കാലത്ത് ഇവിടെ കാണാൻ ചിലപ്പോൾ 2 ഗേറ്റ് തുറക്കത്തില്ല, 3 ഗേറ്റ് തുറക്കത്തില്ല. ഇതൊക്കെയാണ് കേരളത്തിലെ സ്ഥിതി. അതെ. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയധികം വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ചാനലുകൾ തുറന്നു നോക്കിയാലും ഏതെങ്കിലും വീഡിയോസ് തുറന്നു നോക്കിയാലും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 5 ജില്ലകൾ ഒലിച്ചു പോകും, അങ്ങനെ പറയുന്ന കുറേ പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ ആധികാരികമായി ഇത്രയും വർഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുക? പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറ്റുവേഷൻ എന്താണ്? ആ സമയത്ത് മുല്ലപ്പെരിയാറിൽ എന്തും വേണ്ടി സ്റ്റോറേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഇതിൻ്റെ 154 മാക്സിമം വാട്ടർ ലെവൽ. 154 ഇരിക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടുന്നത് എങ്ങനെയാണ്? നോർമൽ കേസിൽ പൊട്ടത്തില്ല. ഒരു ഭൂമികുലുക്കം ഉണ്ടാക്കുകയാണ്. ഒരു റിക്ടർ സ്കെയിലിൽ ഒരു 5-ന് മുകളിൽ ഒരു ഭൂകമ്പം അതിൻ്റെ വിസിനിറ്റിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ പൊട്ടും. കാരണം ഇപ്പോൾ നമ്മൾ ഡാം ഡിസൈൻ ചെയ്യുന്നത് ഇത് Zone 3-ലാണ്. Zone 3-ലാകുമ്പോഴാണ് ഈ 4.5 റിക്ടർ സ്കെയിലിന് മേളുള്ളതിന് വരെ 4.5 വരെ ഇതിന് താങ്ങാൻ പറ്റും. ഇതിന് മുകളിലുള്ളതാകുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ബേസ് ഡിസൈൻ ചെയ്തിട്ട് ഇതിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടുതൽ കൊടുത്തുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ട്രിമർ കൊണ്ട് കുലുക്കം വരുമ്പോൾ ഈ ബേസ് കൂടുതലാകുമ്പോൾ ആ ഡാം അധികം കുലുക്കത്തില്ല. വീതി കുറവാകുമ്പോൾ അത് കുലുങ്ങും ഇത്. അപ്പോൾ അങ്ങനെയാണത്. അതുപോലെ തന്നെ ലെവല് ഇപ്പം ഇവർ പറയുന്നു 136 അടിയിൽ നിന്ന് കൂട്ടി 142, 45 ആക്കണമെന്ന്. 145 നിൽക്കുന്ന സമയത്ത് പൊട്ടുകയാണെങ്കിൽ ഈ ഡാം പൊട്ടുമ്പോൾ വെള്ളം മാത്രമല്ല വരുന്നത്, വെള്ളവും വരും. അതിൻ്റെ മുകളിൽ ആ 104 അടി വരെ ഉള്ള സിൽറ്റില്ലേ, സിൽറ്റും ഈ മരങ്ങളും ഇതെല്ലാം കൂടെയാണ് ഒഴുകി വരുന്നത്. അത് ഒഴുകി വരുന്ന പക്ഷേ മുല്ലപ്പെരിയാറിൽ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ താഴെ ഒരു വളമുണ്ട്. നല്ലതുപോലെ ഒരു 1-2 കിലോമീറ്റർ വളഞ്ഞ് ഒരു ടേണിംഗ് ഉണ്ട് ഇത്. അപ്പോഴൊരു ഇത്രയും വെള്ളം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞിട്ട് ഈ വെള്ളം വരുമ്പോഴാണ് ഇപ്പം ഈ റിവർ കോഴ്സ് കൂടെ തന്നെ വെള്ളം ഒഴുകണമെന്നില്ല. വെള്ളം ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വെള്ളം വരുന്ന സമയത്ത് അതിന് എവിടെയാണോ സ്ലോപ്പ് കിട്ടുന്നത് ആ സ്ലോപ്പിൽ കൂടെ ഇത് ഒഴുകത്തുള്ളൂ. ഇതിങ്ങനെ ഈ വെള്ളം ഒഴുകി ഇടുക്കി ഡാമിൽ ചെല്ലുമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ നിൽക്കുന്നത്. ഒരു കാരണവശാലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കത്തില്ല. കാരണം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടം ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ മുല്ലപ്പെരിയാർ. ഇപ്പോൾ ചെറിയ കുറച്ച് വെള്ളമേ ഉള്ളൂ. 136 അടി നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് നമ്മളുടെ കേരളത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. അപ്പം 136 അടിക്ക് താഴെ പൊട്ടുമ്പോൾ ആ വെള്ളം ഒരു പക്ഷേ ഒഴുകി ഇടുക്കിയിൽ ചെന്നെന്ന് വരാം. പക്ഷേ ഈ കണ്ടീഷനില്ല. ഇങ്ങനെ വെള്ളം ലെവല് കൂട്ടിക്കഴിഞ്ഞ് ഒരു എർത്ത് ഉണ്ടാകുകയാണെങ്കിൽ, ഡാം പൊട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെയൊക്കെ കോഴ്സ് കൂടെ ഒക്കെ കയറി ഈ 5 ജില്ലയിലും ഉള്ള എഫക്റ്റ് ആകും. അപ്പോൾ ഇതൊന്നും 40 ലക്ഷം മനുഷ്യരുടെ ഇതിനൊന്നും കാണത്തില്ല. പിന്നെ അതെ, മറ്റൊരു സംശയം, ഇപ്പോൾ സുപ്രീം കോടതി പോലും ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ 5 ജില്ലകൾക്ക് മുകളിൽ ഇത്രയും TMC കപ്പാസിറ്റി ഉള്ളൊരു ഡാം ആരാണ് പണിത് വെച്ചത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഈ ഡാമുകൾ പണിയുമ്പോഴുള്ള നിബന്ധനയിൽ ഇത്രയും എന്തെങ്കിലും സംഭവിച്ചാൽ ഇത്രയും വലിയൊരു ജനജീവിതത്തെ സ്തംഭിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പൊസിഷനിൽ ഡാം പണിയുമോ സാധാരണഗതിയിൽ? അല്ല, ഡാം നമ്മൾക്ക് പണിയുന്നതിന് നമ്മൾക്ക് ഗൈഡ് ലൈൻ ക്രൈറ്റീരിയ ഇതുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ഗൈഡ് ലൈൻ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഡാം പണിയുന്നത്. ഇതിപ്പം മുല്ലപ്പെരിയാറിൽ ഈ ആശങ്ക വന്നത് ബ്രിട്ടീഷുകാർ ആ സമയത്ത് നമ്മൾക്ക് ഗൈഡ് ലൈൻ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ബ്രിട്ടീഷ് അവർ മിലിറ്ററി എഞ്ചിനീയേഴ്സാണ്. മേജർ പെന്നിക്കുക്കൊക്കെ മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു. അപ്പം മിലിറ്ററിയുടെ സംവിധാനം നമുക്കറിയാമല്ലോ. ഇപ്പം ചൂരൽമലയിൽ ഉരുൾ പൊട്ടിയ സമയത്ത് മിലിറ്ററിക്കാർ വന്ന് ബേലി പാലം ഉണ്ടാക്കി. അതേപോലെ അവർക്ക് വലിയ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിലാണ് അന്ന് പെന്നിക്കുക്ക് ആ ഡാം ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2021 ഡാം സേഫ്റ്റി ആക്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആക്ട് എന്ന് പറയുന്നത് അത് ആക്ട് പബ്ലിഷ് ചെയ്തു. പക്ഷേ അതിനകത്ത് റെഗുലേഷൻസ് ഉണ്ട്. ആസ് പെർ റെഗുലേഷൻസ്
ഈ റെഗുലേഷൻസ് പബ്ലിഷ് ചെയ്തത് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയാണ്. ഈ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇതിനകത്തുള്ള റെഗുലേഷൻസ് എല്ലാം 2023-2024 പബ്ലിഷ് ചെയ്തു. ഇതനുസരിച്ചിട്ട് മുല്ലപ്പെരിയാർ പോലുള്ള ഡാമുകളിൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും അതിൻ്റെ ഈ ഫ്ലഡിൻ്റെ റിവ്യൂ ചെയ്യണം. പിന്നീട് വൾണറബിലിറ്റി ആൻഡ് ഹസാർഡ് പൊട്ടൻഷ്യൽ എന്താണ് ഈ ഡാമിൻ്റെ, ഇത് അനലിസിസ് ചെയ്യണം. ഇത് അതുപോലെ ആക്ടിനകത്ത് ഒരുപാട് ഇത് നേരത്തെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഒബ്സർവേഷനാണ് ഈ ഡാമിൻ്റെ എന്ന് പറഞ്ഞാൽ. ഡെയിലി ഒബ്സർവേഷൻ, പിന്നെ വീക്ക്ലി ഒബ്സർവേഷൻ, മന്ത്ലി ഒബ്സർവേഷൻ, ഫോർട്ട്നൈറ്റ്ലി ഒബ്സർവേഷൻ, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഡേറ്റ അനലൈസിസ് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് ഈ വെള്ളത്തിനകത്ത് ഈർപ്പം കയറി അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഈ ഡെയിലി ഒബ്സർവേഷനും ചെയ്ത് ഇപ്പം 10 വർഷത്തെ ഇൻ്റർവെല്ല ഇതും ചെയ്യണം. ഇതിൻ്റെ വൾണറബിലിറ്റി ആൻഡ് ഹസാർഡ് പൊട്ടൻഷ്യൽ ചെയ്യണം. പിന്നെ ഫ്ലഡിൻ്റെ ഇത് ചെയ്യണം. ഇതെല്ലാം ഉണ്ട്. അതെല്ലാം കാര്യക്ഷമമായിട്ട് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറി കമ്മിറ്റിയെ 2014 ജഡ്ജ്മെൻറ്റിൽ കേരളം ഇത് സേഫ് അല്ലെന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റിയെ സുപ്രീം കോടതി നിയമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഡാം സേഫ്റ്റി ആക്ട് വന്നപ്പോൾ ഡാം സേഫ്റ്റി ആക്ട് ചെയർമാന് അതിൻ്റെ സൂപ്പർവൈസറി ചെയർമാൻ ആക്കിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ കേരളത്തിലെ 2 പേരും തമിഴ്നാട്ടിലെ 2 പേരും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഡാം സേഫ്റ്റി ആക്ട് പറയുന്നത് ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു കമ്മിറ്റികൾ ഉണ്ടാക്കിയാലും അതിൽ ചീഫ് എഞ്ചിനീയർ, സൂപ്രണ്ട് എഞ്ചിനീയർ അവരെ ആകാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർവൈസർ കമ്മിറ്റിയിലേക്ക് കേരളം നോമിനേറ്റ് ചെയ്തത് IAS ഓഫീസറാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി IAS ഓഫീസറാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്കുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാം സേഫ് ആണെന്ന് 2012 എംപവേർഡ് കമ്മിറ്റി അത് എല്ലാം അനലിസിസ് ചെയ്തിട്ട് സേഫ് ആണെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഈ ഡാമുകൾ ഡെയിലി ഒബ്സർവേഷൻ ചെയ്തിട്ട് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയർലി അസസ്മെൻ്റെങ്കിലും ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഈ ഡാം ഓക്കെ ആണ്. ഡാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കപ്പാസിറ്റിക്കല്ല, വാട്ടർ ലെവല്. അതിൽ വളരെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ എംപവേർഡ് കമ്മിറ്റി ഈ ഡാം സേഫ്റ്റി അനലിസിസ് ചെയ്തത് 2012 ഇപ്പോൾ 1979 തൊട്ട് ഈ വെള്ളത്തിൻ്റെ ലെവൽ 136 അടിയിൽ നിൽക്കുകയാണ്. 136 അടിയിൽ വെള്ളം നിൽക്കുമ്പോഴാണ് ഇവർ ഇതിൻ്റെ സേഫ്റ്റി അനലിസിസ് ചെയ്യുന്നത്. 2012 136 അടിയിൽ നിൽക്കുന്ന വെള്ളത്തിന് ഈ ഡാം സേഫ് ആണെന്നും പറഞ്ഞുകൊണ്ട് 142 അടി ആക്കാൻ ഒക്കത്തില്ല. കാരണം 136 അടിയിൽ നിൽക്കുന്ന വെള്ളം നമ്മൾ സേഫ്റ്റി അനാലിസിസ് ചെയ്യുമ്പോൾ ദാറ്റ് ഡാം ഈസ് സേഫ് ഫോർ 136 ഫീറ്റ് ഓൺലി. അതിന് 1 അടി പോലും മുകളിൽ വെള്ളം വന്നാൽ ഈ ഡാം സേഫ് അല്ല. അതാണ് സുപ്രീം എംപവേർഡ് കമ്മിറ്റി ചെയ്ത തെറ്റ്. എംപവേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് അത് തന്നെ ഒരു കറക്റ്റ് അല്ല. കാരണം എംപവേർഡ് കമ്മിറ്റി അതൊരു ടെക്നിക്കൽ കമ്മിറ്റി അല്ല. ഈ എംപവേർഡ് കമ്മിറ്റിയിൽ റിട്ടയർഡായ സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാർ, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻജിനീയേഴ്സ്. അതിലൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിനീയേഴ്സിന് ഒരു ഫ്രീ ഹാൻഡ് ഇല്ല. കാരണം ഈ 3 ജഡ്ജിമാർ ഇരിക്കുന്നതുകൊണ്ട് അവർ പറയുന്ന അനുസരിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പോൾ 1 സൈഡഡ് ആയിട്ട് തമിഴ്നാടിന് വേണ്ടിയിട്ടാണ് ഇത് ഈ എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ എംപവേർഡ് കമ്മിറ്റി ശരിക്കും കറക്റ്റല്ല. ഞാൻ സുപ്രീം കോടതി കൊടുത്ത PLAക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു എക്സ്റ്റേണൽ കമ്മിറ്റിയെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് ഈ സ്ഥലങ്ങളിലുള്ള റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറെ കൊണ്ട് എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെരിഫൈ ചെയ്യിക്കണമെന്നും പറഞ്ഞാണ് ഞാൻ സുപ്രീം കോടതിക്ക് PLA കൊടുത്തത്. സുപ്രീം കോടതി കൊടുത്ത PLA ഇതാണ് പറഞ്ഞത്, ഈ എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു
എക്സ്റ്റേണൽ കമ്മിറ്റി കൊണ്ട് ചെക്ക് ചെയ്യിക്കണം. കാരണം ഇത് ഈ റിട്ടയർഡ് ജഡ്ജിമാർ പറഞ്ഞ രീതിയിൽ എംപേർഡ് കമ്മിറ്റിക്കാർ അവർ റിപ്പോർട്ട് തയ്യാറാക്കി. അതിൻ്റെ ഉദാഹരണമാണ് ഈ റിപ്പോർട്ടിൽ ഉടനീളം തമിഴ്നാട് ഗവൺമെൻറ് 1959 തൊട്ട് ഓരോ വർഷം എത്ര വെള്ളമെടുത്ത് എത്ര ഇറിഗേഷൻ ചെയ്തു എന്നുള്ള ഒരു ഡോക്യുമെൻസും അതിൽ കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഡീറ്റെയിൽസ് കൊടുക്കാതെ എങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റും ഈ വാട്ടർ ലെവൽ കൂട്ടണമെന്നുള്ളത്? അപ്പം സുപ്രീം കോടതി ഈ റിട്ടയർഡ് ജഡ്ജിമാർ അവർ ഒരു പ്രീ ഡിറ്റർമിനേഷനിലാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കിയത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് 3 വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥർ മാറി മാറി വരുന്നതും ഇതിനൊരു വലിയ പ്രശ്നം തന്നെയാണ്. സ്ഥിരമായി ആർക്കും ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല, അല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള കൃത്യമായ ഡോക്യുമെന്റ്സ് കേരളത്തിന്റെ പക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ എൻ്റെ അറിവനുസരിച്ചിട്ട് അവിടെ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഇവിടെയും ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, കുറേ വർഷം ഉണ്ടായിരുന്നു, മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വേറൊരു സിസ്റ്റം പറയാൻ മറന്നുപോയി. ഞാൻ ഈ റെപ്രസെൻറ്റേഷൻ കൊടുത്തല്ലോ, ഇപ്പം ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് പ്രസിഡൻറ്റിൻ്റെ ഒരു റെസ്പോൺസും കിട്ടിയില്ല. പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തത് പ്രൈം മിനിസ്റ്റർ അത് കേന്ദ്ര ജല വിഭവ വകുപ്പിന് ഫോർവേഡ് ചെയ്തു. അവിടുന്ന് ഒരു റിപ്ലൈ വന്ന്. പക്ഷെ ആ സിസ്റ്റമാണ് മാറേണ്ടത്. നമ്മൾ ഒരു ചീഫ് മിനിസ്റ്റർക്കോ പ്രൈം മിനിസ്റ്റർക്കോ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് ആ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് വന്ന് ഫോർവേഡ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ പ്രൈം മിനിസ്റ്ററുടെയോ അല്ലെങ്കിൽ നമ്മുടെ CM-ൻ്റെ ഓഫീസിലാണെങ്കിൽ അവിടെ ആ റിപ്ലൈ വിളിപ്പിച്ചിട്ട് അവരാണ് നമ്മൾക്ക് ആരുടെ ആപ്ലിക്കൻ്റ് ആരാണോ ആപ്ലിക്കൻറ്റിന് അത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ CM-ന് അയച്ചത് ലെറ്റർ, CM-ന് അയച്ച ലെറ്റർ ഇതേപോലെ ചീഫ് എഞ്ചിനീയർ ഇൻഡർസ്റ്റേറ്റ് വാട്ടർ ഉണ്ട് തിരുവനന്തപുരത്ത്, അവരുടെ റിപ്ലൈ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അയച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ എഴുതി, ഇതിൻ്റെ റിപ്ലൈ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് തരരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചിട്ട് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് എനിക്ക് റിപ്ലൈ വേണ്ടത് എന്ന് ഞാൻ എഴുതി. ഇവിടെ ഒരു കെടുകാര്യസ്ഥത കാര്യം പറയാം. അതായത് 2024 വേറൊരു കേസിൽ സുപ്രീം കോടതി ഒരു ഓർഡർ അയച്ചു. അതിൽ 11 ഇഷ്യൂസ് ഉണ്ട്. 11 ഇഷ്യൂസിൽ 5 ഇഷ്യൂസ് മെയിനായിട്ട് ഈ പെരിയാറിലെ ലീസിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് ചോദിക്കുന്നത് ഈ 86-ലെ ലീസ് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തുകൂടാ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോഴതിൽ എഴുതിയേക്കുന്നത് 10 മാസത്തിന് അകം ഈ 2 സംസ്ഥാനങ്ങളും ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു ചീഫ് എഞ്ചിനീയർ ഇൻഡസ്ട്രിയൽ വാട്ടറിനൊരു RTI അയച്ചപ്പോൾ അതിന് റിപ്ലൈ അയച്ചിട്ടില്ലെന്ന്. കേരളത്തിന് ഈ ലീസ് 86-ലെ പാട്ടക്കരാറ് ക്യാൻസൽ ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ റിപ്ലൈ അയച്ചിരുന്നെങ്കിൽ അത് ചെയ്തിട്ടില്ല. പിന്നീട് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടാക്കി. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ട് ഓരോ ജില്ലയിലും ഓരോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുണ്ട്. അപ്പോൾ നമ്മളുടേത് മുല്ലപ്പെരിയാറിൻ്റെത് ഇടുക്കിയിൽ ആണുള്ളത്. ഇടുക്കി കളക്ടറാണ് അത് തയ്യാറാക്കിയിട്ടുമുണ്ട്. പക്ഷേ നമ്മളുടെ ഈ മുല്ലപ്പെരിയാർ ഇത്രയും പ്രായാധിക്യമായതിനാൽ ഈ 5 ജില്ലയിൽ എന്ന് പറയുമ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈ 5 ജില്ലയിലുമുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാർ അവരും ഇതിനെപ്പറ്റി ഈ ഇറിഗേഷനുമായിട്ട് കമ്പൈൻഡായിട്ട് അവർ ഇതിൻ്റെ സ്റ്റഡി നടത്തണം, ഇറിഗേഷൻ എൻജിനീയേഴ്സിനെ കൊണ്ട്. കാരണം ഇത് ഓരോ ലെവലിലും ഇത് പൊട്ടുകയാണെങ്കിൽ എവിടെയല്ല ഇതിൻ്റെ മാപ്പ് തയ്യാറാക്കണം, അതിൻ്റെ എഫക്റ്റ് ഡിഫറെൻറ്റ് ലെവലിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ ഡാം സേഫ്റ്റി ആക്ടിൽ അനുസരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിലും ഒരു ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ വേണമെന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചപ്പം മുല്ലപ്പെരിയാറിൻ്റെ നമ്മുടെ അല്ല, തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട്ടുകാർ നമുക്ക് ഒരു ഇൻഫർമേഷനും
തരത്തില്ല. അപ്പോൾ അവരെന്ത് ഡോക്യുമെൻറ്റ്സ് അത് എങ്ങനെ സ്റ്റഡി ചെയ്യുന്നു എന്നുള്ളതൊന്നും നമ്മൾക്കറിയുന്നില്ല. ഇപ്പം മെയിനായിട്ട് വേണ്ടുന്ന എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ ഏതൊരു ഡേറ്റ കളക്ട് ചെയ്യുന്നാലും അത് കേരളവുമായിട്ട് പങ്കിടണം. കേരളവും പാരലലി അതിനെ സ്റ്റഡി ചെയ്യണം. അത് അതുപോലെ എക്സ്റ്റേണലി ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് എക്സ്റ്റേണലി ഒരു കമ്മിറ്റിയും കൂടെ വെച്ചുകൊണ്ട് ഇത് അനലൈസ് ചെയ്യണം. അതെ. അപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത് കേവലം മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു വിഷയം മാത്രമല്ല, കേരളത്തെ ആകെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ വിഷയമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന മഴക്കാലത്തോടു കൂടി അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. ഈ പോരാട്ടവുമായി ഈ പറഞ്ഞ പല ഉദ്യോഗസ്ഥരും മുൻ എഞ്ചിനീയർമാരും എല്ലാം ഈ രംഗത്തുണ്ട്. പക്ഷെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളൊന്നും അധികൃതർ ചെവി കൊള്ളുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ സത്യം. എന്തായാലും മുല്ലപ്പെരിയാർ എന്ന പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മോടൊപ്പം ഇന്ന് സംസാരിച്ചത് വിജയൻ സാറാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം.